ഞാൻ ഇന്നൊരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് പാലൊന്നും ചേർക്കാതെ പാലിൻ്റെ നിറമുള്ളൊരു ജ്യൂസാണ്. നല്ല പോഷകഗുണമുള്ളൊരു ജ്യൂസാണ്. പക്ഷേ ഈ ഒരു ജ്യൂസ് അടിക്കാൻ എല്ലാവർക്കും ഒന്നും ഈ ഒരു സാധനം കിട്ടൂല. കാരണം കടയിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടൂല. ഇനി ലുലു മാളിലൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. തെങ്ങും തേങ്ങയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അല്ലാത്തവർക്കൊന്നും ഈ ഒരു പൊങ്ങ് കിട്ടാൻ സാധ്യതയല്ല. കിട്ടുകയാണെങ്കിൽ ഒന്ന് അടിച്ച് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇളനീർ ജ്യൂസ് കുടിക്കണൊക്കെ ആ ഒരു ടേസ്റ്റാണ്. അപ്പം പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 2 പൊങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട്. വലിയൊരു തേങ്ങൻ്റെ പൊങ്ങാണ്. 2 നല്ല വലിപ്പമുണ്ട്. അപ്പം ഞാൻ ഈ 2ഉം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു. ഈ ഒരു വലിപ്പത്തിലാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇനി എല്ലാ പൊങ്ങും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 5 ഏലക്കായ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, ഞാനൊരു 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കുക. നമുക്ക് ഒരുപാട് വെള്ളം മിക്സിക്ക് ഒഴിക്കണ്ട. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഏലക്കായൻ്റെ തൊലി പെടുന്ന് എഴുതിയിട്ടാണ് ഇതൊന്ന് അരിച്ചെടുത്തത്. നേരിട്ട് തന്നെ നമുക്ക് കുടിക്കാം. അതിൽ ഒരു ഇതും നമുക്ക് കളയാനില്ല. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. തണുത്ത വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഈ ഏലക്കായൻ്റെ തൊലി മാത്രമാണ് ഇപ്പോൾ നമുക്ക് അരിച്ചിട്ട് കിട്ടിയത്. ഇതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ടുണ്ട്. ജ്യൂസ് ഞാനൊരു ജഗ്ഗിലേക്ക് ഒഴിച്ചു. കാരണം ഞാൻ അല്പം ലൂസാക്കിയിട്ടാണ് ഈ ഒരു ജ്യൂസ് എടുത്തത്. നോമ്പല്ലേ, നമുക്ക് വലിച്ചു കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടിച്ചത്. ദാഹത്തിന് ഏറ്റവും നല്ലൊരു പോഷകഗുണമുള്ളൊരു ജ്യൂസാണ്. അപ്പോൾ എപ്പോഴേലും കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീണ്ടും കാണാം. താങ്ക് യു.